ഈയിടെയായിട്ട് ഏറ്റവും അധികം ആളുകൾ പറയുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആണ് അല്ലെങ്കിൽ സ്ട്രെസ്സാണ് എന്നുള്ളത്. അല്ലേ, നമുക്കറിയാം ആങ്സൈറ്റി സ്ട്രെസ്സും ഇല്ലാത്ത ഒരു മനുഷ്യരെ നമ്മളിപ്പോൾ കാണാറില്ല. ഞാനും ജനറലി ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ആങ്ഷ്യസ് ആവും. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്തത് ഒരു കരിയറും കുട്ടികളും അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫിലേക്ക് മൂവ് ചെയ്തൊരു സമയത്താണ്. പണ്ടിപ്പോൾ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ഒരു ടീനേജിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ആങ്സൈറ്റി ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫ് മാറുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ വരുന്നു, നമ്മൾ വിചാരിക്കുന്ന പല ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ന്യായമായിട്ടും നമുക്ക് ആങ്ഷ്യസ് ആവാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പക്ഷേ ഈ ആങ്സൈറ്റി ഇങ്ങനെ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കുന്ന ഇമോഷണൽ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ആങ്സൈറ്റി ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജനറലി നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടുന്ന ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഈ ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാൻ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ലൈഫ് അൺഎഡിറ്റഡ്. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ആളുകൾ പല ലെവലിൽ അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ ചുറ്റിലും. അതിൽ ചില ആൾക്കാർക്ക് തെറാപ്പി വേണ്ടി വരാറുണ്ട്, ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് മെഡിസിൻ എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് എസ്കലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തെറാപ്പിയും മെഡിസിനും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതിൽ പലതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതെന്നെ തീർച്ചയായിട്ടും ഈ ആങ്ഷ്യസ് ആവുന്ന സിറ്റുവേഷനിൽ നിന്ന് വളരെ സ്റ്റേബിൾ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇത് ലൈഫ് അൺഎഡിറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈറ്റിംഗ് ഹെൽത്തി എന്നുള്ളതാണ്. യെസ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആങ്സൈറ്റീനെ അത് കൺട്രോൾ ചെയ്യാൻ കുറേ ഹെൽപ്പ് ചെയ്യും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നുക. പ്രത്യേകിച്ച് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ള ആളുകൾക്ക് ഈ സ്ട്രെസ് ഈറ്റിംഗ് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു സംഭവമാണ്. ടെൻഷൻ വരിക, എന്തെങ്കിലും കഴിക്കുക, കുറച്ച് ആങ്ഷ്യസ് ആവുക, അപ്പോൾ തന്നെ ബിരിയാണി ഓർഡർ ചെയ്യുക, ഐസ്ക്രീം കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് ഹെൽത്തി ഈറ്റിംഗ്, ഈ ഹെൽത്തി ഈറ്റിങ്ങിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഭക്ഷണമെല്ലാം കട്ട് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അതിപ്പം ഒമേഗ 3 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ന്യൂട്രീഷൻസ് ആയിക്കോട്ടെ, വൈറ്റമിൻ ഡി ആയിക്കോട്ടെ, ഇതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5-6 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കണം എന്നുള്ളതല്ല. നമ്മുടെ ബോഡിക്ക് സഫീഷ്യൻ്റ് ആണ് എന്നുള്ള ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നിടത്തോളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജനറലി ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും എന്നെ തന്നെ ഞാൻ പിടിക്കുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിക്കുമ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കും. അതായത് തിരക്കുണ്ടായിരിക്കും, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ അപ്പം ഞാൻ തന്നെ വിചാരിക്കും, ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കണേ, എനിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉണ്ടാവും. 2 മിനിറ്റ്സ് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ആ ഒരു ചായ സിപ്പ് ചെയ്ത് കുടിക്കുക. ആ ഭക്ഷണം മനസ്സമാധാനമായിട്ട് ഡിജിറ്റൽ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, നമ്മുടെ ഫോണ് അല്ലെങ്കിൽ പോട്ടെ ന്യൂസ് പേപ്പർ, ഇങ്ങനെയുള്ള ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ ഓർഗാനിക് ആയിട്ടിരുന്ന ആ ഒരു ഫുഡ് കഴിച്ച് തീർത്തിട്ട് പോകണം എന്നുള്ളത് ഞാനിപ്പോൾ എന്നെ തന്നെ കമ്പൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഗുഡ് ഫീലൊക്കെ തോന്നും. എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഓക്കെ ഇറ്റ്സ് ഗുഡ് എന്നുള്ളൊരു ഫീൽ തോന്നാൻ സഹായിക്കും. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയില്ലേ, ഒരു ദിവസം 10,000 സ്റ്റെപ്സ് ഒക്കെ നടക്കുന്നത് ഭയങ്കര നല്ലതാണെന്ന് പറയും. അതുപോലെ എക്സസൈസ് ചെയ്യുന്നത്, യോഗ ചെയ്യുന്നത്, ബേസിക്കലി ഇതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ജിമ്മിൽ പോവുക. ഇനിയിപ്പം രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോകുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. യോഗ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ യോഗ ചെയ്യുക. മൂവ്മെൻറ്റ്സ് നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും എന്തെങ്കിലും നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാനും ഒന്ന് ബോഡി ഒന്ന് സ്വെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മുടെ ജനറൽ ആയിട്ടുള്ള ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഒരു എഫക്റ്റ് ലോങ് ടൈമിലേക്ക് ഇപ്പോൾ രാവിലെ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേ ത്രൂ ഉള്ള നമ്മുടെ ആങ്സൈറ്റീൻ്റെ ലെവൽസിനെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സോ ഡു ട്രൈ ദാറ്റ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, സ്ലീപ്പ്. നല്ലോണം ഉറങ്ങണം. ജനറലി പകൽ നമുക്ക് അധികം സമയം കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനും അൺവൈൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ബെഡ് ടൈമിനെ ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള അമ്മമാർക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. കാരണം അവർ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, പിന്നെ കുറച്ച് നേരം ഫോണിൽ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മുടെ സ്ലീപ്പാണ് നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്കൊരു ഹൈ തരും. നമ്മളപ്പോൾ ഇങ്ങനെ റീൽസിൽ നിന്ന് റീൽസിലേക്ക്, ഷോർട്സിൽ നിന്ന് ഷോർട്സിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റി സ്ലീപ്പിനെയാണ് അതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പൊതുവേ ഒരു ആങ്സൈറ്റി ഉള്ളൊരു സിറ്റുവേഷനിൽ കൂടെ, സ്ട്രെസ്സിൽ കൂടെ ഒക്കെ ജനറലി കടന്നു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ലീപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കഴിവതും ന്യൂസ് പോലെയുള്ള സംഭവങ്ങൾ, ന്യൂസ് ചാനൽസ് കാണുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും ചെയ്യാതിരിക്കുക. അതായത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കി വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിടക്കണതിന് മുമ്പ് എന്തെങ്കിലും കാണണമെന്നാണെങ്കിൽ പോലും എന്തെങ്കിലും ഹ്യൂമറുള്ള ലൈറ്ററായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കാണുകയും ഫീൽ ഗുഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണുകയും ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുന്നേ തന്നെ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഡിജിറ്റൽ ആ വേൾഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറി നിന്നിട്ട് ഉറങ്ങാനൊരു ട്രൈ നടത്തുക. വേണമെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയോ, പലരും പറയുമല്ലോ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് അങ്ങനെ ഉറങ്ങുകയോ, അല്ലെങ്കിൽ കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്ന് കഡിൽ ചെയ്ത് അങ്ങനത്തെ ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് പാറ്റേണിലേക്ക് നമ്മൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ നമ്മളൊരു ഇനഫ് ടൈം നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഈ ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ നേടിയെടുക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ, നമുക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ എക്സ്ട്രാ കിട്ടുമായിരിക്കും. പക്ഷേ അത് നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫിൻ്റെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സോ പ്ലീസ് ഡോണ്ട് കോംപ്രമൈസ് ഓൺ യുവർ സ്ലീപ്പ്. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മെഡിറ്റേഷനെ നിങ്ങളൊരു റിലീജിയസ് പെർസ്പെക്റ്റീവിൽ കാണേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മൈൻഡിനെ ഭയങ്കര കാമായിട്ട് വെക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോട്ട്സ് വന്നുകൊണ്ടിരിക്കും, എനിക്കതുകൊണ്ട് ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു തോട്ട്സും ഇല്ലാണ്ട് നമ്മൾ സ്റ്റില്ലാക്കി മനസ്സിനെ വെക്കുന്ന സ്റ്റേറ്റൊന്നുമല്ല. ഓൾ തോട്ട്സ് ആർ വെൽക്കം. അതൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പൊക്കോട്ടെ. അപ്പോൾ ഇതിനൊക്കെ അലോ ചെയ്യുന്നൊരു സ്റ്റേറ്റിൽ നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ്റെ ഭാഗമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് റുട്ടീൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം ഇപ്പോൾ ആണെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ അവൈലബിളാണ്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ കേൾക്കാം. ഇതൊന്നും വേണ്ട, നല്ല ഒരു സുഖമുള്ളൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് കുറച്ച് നേരം അന്നത്തെ ഒരു ഡേ ഒന്ന് അൺവൈൻഡ് ചെയ്യുന്നത് പോലെ ഈവനിങ്ങിൽ നമുക്കിരിക്കാം. അല്ലെങ്കിൽ രാവിലെയാണ് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് മിക്കപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്ന് ചെയ്യാനുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും തലേദിവസം നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ പല കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ ആങ്സൈറ്റി രാവിലെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്ന തരത്തിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ചില ആളുകൾക്ക് കണ്ണടച്ചിരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പാനിക് ആവുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വിട്ടാറേ, നമുക്ക് മെഡിറ്റേഷൻ അല്ലാതെ വേറെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ന്യൂ ഇയർ തൊട്ടെങ്കിലും ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി സീ എ ചേഞ്ച്. ആങ്സൈറ്റി ഉള്ള ആളുകൾ പിന്നെ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ മടിയുള്ള ഒരു കാര്യം, നമ്മൾ ഇമോഷൻസൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനൊരു വെൻ്റ് ഔട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ഫോമിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ, അത് തലവേദനയായിട്ടോ ഷോൾഡർ പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫോമിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത ഇമോഷൻ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ പിള്ളേരുടെ മുകളിൽ തീർക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത്, വേറെ ഏതെങ്കിലുമൊക്കെ ഫോമിൽ ഇത് പുറത്ത് വരുന്നതിന് മുന്നേ നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അത് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അത് ഉറക്കെ പറഞ്ഞിട്ടോ വേർഡ്സിൽ തന്നെ പറയണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ഇത് കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു നല്ല സുഹൃത്തിനോടോ പാർട്ട്ണറിനോടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു തെറാപ്പിസ്റ്റിനോട് സംസാരിക്കാം. ഇനി അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതാം.
എന്ത് ഇമോഷനിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്, രാവിലെ തൊട്ട് ഇതാണ് എൻ്റെ തലയിലുള്ള തോട്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡയറി എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ എഴുതാം. ഇനി ഡയറിയിൽ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ നോട്ട് പാഡിൽ എഴുതാം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് വോയിസ് ആയിട്ട് ഈ മൊബൈലിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാമല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് യു ക്യാൻ ഡിജിറ്റലി റെക്കോർഡ്. അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്നും പറ്റിയില്ല, നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഏതെങ്കിലും ഒരു സ്പേസിൽ, ഈവൻ ബാത്റൂമിൽ ഒന്ന് പോയി നിന്നിട്ട് ഒന്ന് സ്ക്രീം ചെയ്യണോ, ആൾക്കാരെ പഠിപ്പിക്കരുത്, പക്ഷേ ഒന്ന് സ്ക്രീം ചെയ്യണമെങ്കിൽ ഒന്ന് സ്ക്രീം ചെയ്യൂ. അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുമ്പോൾ മാത്രം ഞെക്കി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതുപോലൊരു പില്ലോ എടുത്ത് അടുത്ത് വെച്ചോ. അപ്പോൾ അതിനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് സംഹൗ ആ ഒരു സ്ട്രെസ്സ്, ആങ്സൈറ്റി യു ഹാവ് ടു എക്സ്പ്രസ് ഏതെങ്കിലും ഒരു തരത്തിൽ. ഇനി കരയാൻ പറ്റുമോ, ഇറ്റ്സ് വെരി ഗുഡ്, നല്ലൊരു വെൻ്റ് ഔട്ടാണ് കരച്ചിലെന്നുള്ളത്. പക്ഷെ കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് തീർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഗുഡ് ക്രൈ പോലും നല്ലൊരു ഇമോഷൻ വെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കരഞ്ഞോ പറഞ്ഞോ ഇടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവാത്ത തരത്തിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാത്ത തരത്തിലും ആ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യണം. ഇനി ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗെറ്റ് ഓർഗനൈസ്ഡ്. ഞാൻ എപ്പോഴും വിചാരിക്കും നന്നാവണം എന്ന്. പക്ഷേ ഈ ന്യൂ ഇയറിൽ ഞാൻ ഉറപ്പായിട്ടും നന്നാവും കേട്ടോ, എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്ക് ഒരുമിച്ച് നന്നാവാം. നിങ്ങളിരിക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങൾ കിടക്കുന്ന മുറി ഒക്കെ ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതും സത്യം പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു നമ്മുടെ ആങ്സൈറ്റിക്കും സ്ട്രെസ്സിനും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറയില്ലേ, നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസിൽ ഇരിക്കുന്നത് നമ്മുടെ മൈൻഡിനെയും ക്ലിയർ ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഞാൻ ഡിജിറ്റലി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ക്ലീൻ ചെയ്ത് വെക്കുക. അതായത് ഇപ്പം ഫോണിലുള്ള ഫയൽസ് ആയിക്കോട്ടെ, ആപ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കര പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓർഗനൈസ്ഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ ഫിസിക്കൽ ഈ സ്ഥലങ്ങളിലൊക്കെ പല കാര്യങ്ങളും അൺഓർഗനൈസ്ഡ് ആവാൻ ഭയങ്കര സാധ്യതയുണ്ട്. ഞാൻ ജനറലി ഭയങ്കര മെസ്സിയാണ്. അപ്പോൾ അത് ഞാൻ മാറ്റണം എന്ന് വിചാരിക്കും. പിന്നെ കുറച്ചൊരു പരിധി വരെ ഞാൻ എന്നെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കിടക്കുന്ന ആ ഒരു സ്പേസൊക്കെ മാക്സിമം ക്ലട്ടർ ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആക്കുന്നത് പൊതുവെ ആങ്സൈറ്റി ഉള്ള ആളുകളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സ്ട്രെസ്സ് വരുന്ന വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ, അവരോടല്ല ഈ പറഞ്ഞത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. അപ്പം നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് പലതരം കോഴ്സുകൾ മേടിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളും മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം എല്ലാ ദിവസവും പഠിക്കണം എന്നുള്ളത്, ലേണിംഗ് ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന, ഞാൻ അപ്ഡേറ്റഡ് ആവുന്നുണ്ട് എന്നൊരു ഫീല് തരുന്ന, കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ലേണിംഗ് ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങൾ, ഒന്നും വേണ്ട, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോളൂ. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചോളൂ. അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ബിഹേവിയർ, അതിനെക്കുറിച്ച് പഠിച്ചോളൂ. വേണ്ട, നമുക്ക് തുന്നൽ പഠിക്കാമല്ലോ, അല്ലെങ്കിൽ എംബ്രോയിഡറി പഠിക്കാമല്ലോ, ക്രോഷേ ചെയ്യാൻ പഠിക്കാമല്ലോ, ലൈക്ക് എനിത്തിങ്. ഒരു പുതിയ ലേണിംഗ് അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ആഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ട്രൈ ഡൂയിങ് ദാറ്റ്. ഇനി ഏറ്റവും അവസാനം പറയാനുള്ളത്, ഇതുവരെ നമ്മൾ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫ് ലവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നൗ സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ സെൽഫ് ലവ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്. കാരണം ഇതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനുള്ള പ്രൈമറി പേഴ്സൺ നമ്മൾ തന്നെയാണ്. ഇതൊന്നും വേറെ ആരും വന്ന് ചെയ്തു തരുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആ ഒരു ഹോപ്പിലിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മുടെ ഇമോഷൻസിനെ ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നോ അതിനെ വാലിഡേറ്റ് ചെയ്യുന്നോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ അവസാനം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്ത് നമ്മളായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ ആവട്ടെ 2025. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സിനെയൊക്കെ ഒരു പരിധി വരെ നമ്മുടെ പിടിക്കുള്ളിൽ നിർത്താം. പക്ഷേ അതിൻ്റെ ബിയോണ്ടേക്ക് അത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മടിയും വിചാരിക്കേണ്ട,
സീക്ക് ഹെൽപ്പ്. പ്രിഫറബിളി ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാം. വൺസിൻ്റെ വയലിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഒന്ന് ചെന്ന് സംസാരിക്കുന്നത്, ഒന്ന് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ട്രൈ ഡൂയിങ് ദാറ്റ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷേ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ ഒരു പുതിയൊരു ഇൻസൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി. വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ന്യൂ ഇയർ.